സത്യത്തിൽ വളരെ കാലം മുൻപ് തന്നെ വായിക്കണമെന്ന് വിചാരിച്ചിരുന്ന കൃതികളായിരുന്നു ഹോമറിൻ്റെ ഒഡീസിയും ഇലിയഡും. അതിൽ ഇലിയഡാണ് ഫസ്റ്റ് പാർട്ട്, ഒഡീസി സെക്കൻഡ് പാർട്ടാണ്. എന്നാൽ പലപ്പോഴും അത് വായിക്കാൻ സാധിക്കാതെ വരികയും, എന്നാൽ ഈ അടുത്ത കാലത്ത് ക്രിസ്റ്റഫർ നോളൻ തൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഒഡീസിയുടെ ട്രെയിലർ യൂട്യൂബിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം അപ്പോൾ എന്തായാലും വായിച്ച് കളയാം എന്ന് വിചാരിച്ച് വായിക്കാൻ തീരുമാനിച്ചതായിരുന്നു ഞാൻ ഒഡീസി എന്ന് പറയുന്ന ഹോമറിൻ്റെ ഈ കൃതി. അപ്പോൾ ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയ വളരെ കൗതുകം തോന്നിയ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം ക്രിസ്റ്റഫർ നോളൻ്റെ ഫിലിമോഗ്രാഫിയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപുള്ള സിനിമകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണം ഇൻസെപ്ഷൻ ആയിരുന്നാലും, മെമൻറ്റോ ആയിരുന്നാലും, പ്രസ്റ്റീജ് ആയിരുന്നാലും ശരി, ഡാർക്ക് നൈറ്റ്, ഇൻസോംനിയ സിനിമ എടുത്തിരുന്നാലും വളരെ റാഷണൽ ആൻഡ് ലോജിക്കായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉള്ളത്. യാതൊരു വിധത്തിലുള്ള എന്താ പറയുക അൺസയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും അദ്ദേഹം തൻ്റെ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഒഡീസി എന്ന് പറയുന്ന ഈ കൃതി നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ഈ സിനിമയിലെ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങൾ, ഒരുപാട് ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന മനുഷ്യരും ദൈവങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കുന്ന ആടുകളും ചോരപ്പുഴയും അതുപോലെ ദൈവത്തിന് വേണ്ടി പകരം വീട്ടുന്നതും അതാണ് ഈ കഥയുടെ ഒരു മെയിനായിട്ടുള്ള തന്തു എന്ന് പറയുന്നത്. ദൈവങ്ങളെ ഒഴിച്ചു നിർത്തി ഈ ഒഡീസി എന്ന് പറയുന്ന ഒരു കൃതി നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഈ ദൈവങ്ങളെ മാറ്റി നിർത്തി ഇതെങ്ങനെയായിരിക്കും അദ്ദേഹം തൻ്റെ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണവുമായിട്ടുള്ള സാമ്യതയാണ്. ഈ ഇലിയഡിനും ഒഡീസിക്കും രാമായണവുമായിട്ട് ഏകദേശം ഒരു 80% സാമ്യത നമുക്ക് കാണാൻ സാധിക്കും. അതായത് നായികയെ വില്ലൻ തട്ടിക്കൊണ്ടുപോകുന്നു, അവിടെ പോയി യുദ്ധം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഇലിയഡിൻ്റെയും ഒഡീസിയുടെയും പ്രധാന തന്തുവും രാമായണത്തിലെ പ്രധാന കഥാതന്തുവും ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആദ്യം ഇലിയഡും ഒഡീസിയും ഉണ്ടായതിനു ശേഷം അതിൻ്റെ കഥ വാമൊഴിയായി പകർന്ന് ഇന്ത്യയിലും ഏഷ്യയിലൊക്കെ വന്നതിന് ശേഷം വന്നപ്പോഴുണ്ടായ മാറ്റങ്ങളാവാം ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ വരുന്നത്, ഈ കഥ രാമായണത്തിൽ വരുന്നത്. അതല്ല എങ്കിൽ രാമായണം ആദ്യം ഉണ്ടാവുകയും രാമായണം വാമൊഴിയായി പകർന്ന് യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോയപ്പോൾ അവിടെ ഉണ്ടായ മാറ്റമായിരിക്കാം ഈ ബാക്കിയുള്ള 20% ആ സ്ഥലങ്ങളുടെ പേരൊക്കെ വരുന്നത്. അത്തരത്തിൽ വളരെയധികം സാമ്യം എന്തുകൊണ്ടായിരിക്കാം ഈ രണ്ട് കൃതികളും വളരെയധികം സാമ്യം തോന്നുന്നത് എന്നത് എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കാര്യമാണ്. അയാൾ കഥ എഴുതുകയാണ്. സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരു കഥയിൽ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും ആണെങ്കിൽ മറ്റൊരു കഥയിൽ ഫാക്ടറിയും നഗരജീവിതമായിരിക്കും. അത്ര വ്യത്യാസം മാത്രമേ എനിക്ക് ഈ രാമായണത്തിലും ഇലിയഡിലും ഒഡീസിയിലും കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് ആരെങ്കിലും ഒരാൾ കോപ്പി അടിച്ചതായിരിക്കും. അതല്ല എങ്കിൽ ഇത് രണ്ടും ഒരു കഥ തന്നെയായിരിക്കും. രണ്ട് പ്രദേശത്ത് പോയപ്പോൾ രണ്ട് രീതിയിൽ വന്ന കഥയായിരിക്കും.